നമ്മുടെ MG ശശിഭൂഷൺ സാറ് എഴുതിയ പുസ്തകത്തെക്കുറിച്ച് ഞാൻ മുമ്പൊരിക്കൽ വാർത്ത അവതരിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മായാത്ത ശംഖുമുദ്ര വായിക്കും തോറും എനിക്ക് കലിപ്പ് തീരുന്നില്ല. കാരണം നമ്മുടെ രാജപരമ്പരയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർ ചെയ്ത സംഭാവനകൾ ഇപ്പോൾ ജനാധിപത്യമാണ്, രാജപരമ്പരയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഒക്കെ വിരാമമാണ്. ശരിയാണ്, അതൊക്കെ വാസ്തവമാണ്. ജനാധിപത്യ ഭരണമാണ് ഇപ്പോൾ നടക്കുന്നത്. രാജ കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ രാജഭരണത്തിന്റെ പ്രസക്തിയൊക്കെ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നത് ശരിയാണ്. ജനാധിപത്യ ഭരണമാണ്, അത് വാസ്തവം തന്നെയാണ്, മാറ്റി നിർത്താം അതൊക്കെ. പക്ഷേ അവരുടെ പാരമ്പര്യവും അവർ നൽകിയ സംഭാവനകളുമൊക്കെ ചരിത്രത്തിൽ അപ്രസക്തമാണ് എന്ന് ഒരാൾ എഴുതിയാൽ അത് നമുക്ക് വകവെച്ചു കൊടുക്കാൻ കഴിയുകയില്ല. ജനാധിപത്യ സർക്കാരുകളും അത് വകവെച്ചു കൊടുക്കുമെന്ന് തോന്നുന്നില്ല. ഒരു ചരിത്ര പുസ്തകത്തിലും അത് മായ്ച്ചു കളയാൻ ജനാധിപത്യ ഭരണാധികാരികൾ പറയുകയുമില്ല. 1937 വരെയുള്ള ചരിത്രം ഒരു 100 വർഷം പിന്നോട്ട് നോക്കിയാൽ, അതായത് ക്ഷേത്രപ്രവേശന വിളംബരത്തിന് പിന്നാക്കം പാഞ്ഞ് ഒരു 100 വർഷത്തെ ചരിത്രം ഒന്ന് പരിശോധിച്ചു നോക്കണം. ആ ചരിത്രം പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും കേരളത്തിൽ ഉണ്ടായ സുപ്രധാനപ്പെട്ട വികസനങ്ങളൊക്കെ തന്നെ തിരുവിതാംകൂർ രാജവംശത്തിന്റെ സംഭാവനകളായിരുന്നു. ഒരുപാട് പ്രക്ഷോഭങ്ങളും പ്രക്ഷുബ്ധമായ രാഷ്ട്രീയ സാഹചര്യങ്ങളും അന്നും ഉണ്ടായിരുന്നു എന്ന വാസ്തവം നിലനിൽക്കുമ്പോഴും തിരുവിതാംകൂർ ഭരിച്ച മഹാരാജാക്കന്മാർ അതുപോലെ തന്നെ മഹാറാണിമാർ ഒക്കെ തന്നെ തിരുവിതാംകൂറിലെ ജനങ്ങളോട് ഒരു മമതയും സ്നേഹവും പുലർത്തിയവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരല്ലാതെ എല്ലാം പിടിച്ചു വാങ്ങിക്കൊണ്ട് ഓടിക്കളഞ്ഞ വ്യക്തികളല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോഴാണ് ഒരാൾ ഇവിടെ ഇരുന്ന് പേന ഊന്നുന്നത്. എന്താണ് മായാത്ത ശംഖുമുദ്രകൾ? അരിയാഹാരം കഴിക്കുന്ന എല്ലാ ആളുകളും MG ശശിഭൂഷൺ എന്ന് പറയുന്ന ആ മഹാചരിത്രകാരനെ തള്ളിപ്പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇദ്ദേഹം മുമ്പ് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, നല്ല സംഭവങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഒക്കെ ശരിയാണ്. ഇപ്പോൾ കൊതിക്കറിവ് മൂത്തിട്ട് രാജകൊട്ടാരത്തിനെതിരെയും രാജവംശങ്ങൾക്കെതിരെയും നിരന്തരം ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ചില ആളുകൾക്ക് പ്രായം മൂക്കുമ്പോൾ ഇങ്ങനെയൊക്കെ തോന്നുമെന്നാണ് ചില ചരിത്രകാരന്മാർ പറയുന്നത്. ആ ചരിത്രകാരന്മാരുടെ വാക്കുകൾ തന്നെ നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം. ശശിഭൂഷൺ തിരുവനന്തപുരത്ത് വന്നത് ഈ ഗുപ്തൻ നായർ സാറിൻ്റെ വരവോടുകൂടിയാണ്. ഗുപ്തൻ നായർ സാറ് ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, തോന്നിയാക്ഷരങ്ങളുടെ ഒപ്പ് ONV കുറിച്ച്. ആ ONV കുറിപ്പിൻ്റെ പുസ്തകത്തിന് അതിൽ ശശിഭൂഷൺ ഈ ഗുപ്തൻ നായർ സാർ ഒരു കക്ഷിയാണ്. അയാൾ അങ്ങനെ കോൺഗ്രസ്സാണ് ആദ്യ കുട്ടി. ഈവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജാഥയ്ക്ക് ആളെ കൂട്ടാൻ വേണ്ടി ഈ പൊന്നവരി വാളമ്പളിയിൽ കണ്ണെറിയുന്നോളെ എന്ന് എവിടെ യോഗം ഉണ്ടെങ്കിലും തിരുവനന്തപുരത്തോ എവിടെ യോഗം എത്ര മഹാന്മാർ വരുന്നെങ്കിലും നാട്ടുകാർ കൂടത്തില്ല. അപ്പോൾ അന്ന് പരവൂർ ദേവരാജൻ്റെ ഒരു ഗാനം ഈ പൊന്നരി വാളമ്പളിയിൽ അത് ഇദ്ദേഹം എഴുതിയതാണ് ONV കുറിപ്പ്. അങ്ങനെ പ്രമുഖനായ ONV കുറിപ്പിനെ അദ്ദേഹം കോളേജിൽ ചേർത്തില്ല BMAക്ക്. അതിൻ്റെ കാരണം ഈ അങ്ങേരാ ഗുപ്തൻ നായർ സാർ. അതിൻ്റെ കാര്യകാരണങ്ങൾക്കാണ് ഞാൻ ആദ്യം അദ്ദേഹത്തെ കാണുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരിയായി, എനിക്ക് ചില പാവപ്പെട്ട മനുഷ്യർക്കെല്ലാം ഉണ്ടാവും, ആ പാവപ്പെട്ടയിൽ ഒന്നാണ് അതും. പക്ഷെ അന്ന് ONV പിന്നെയും കയറി ഇയാളെ കാത്തി വെച്ച് കയറാൻ കാരണം അവിടെ ഭാഷാ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്ന ഒരു വനിതയായിരുന്നു തലവൻ. പേരൊക്കെ ഓർക്കുന്നില്ല, വേണേ നോക്കണം. അപ്പോൾ അവർക്കൊരു മോളുണ്ടായിരുന്നു. അവർക്ക് ചില പ്രതിപത്തി ഉണ്ടായി, ഈ മകളെ കൊണ്ട് ONV കല്യാണം കഴിപ്പിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് അവർ MAക്ക് ചേരാൻ കൊടുത്തത്. അപ്പോൾ അന്നേരവും ഈ പരവൂർ ദേവരായനും ONVയും ഉള്ള കൂട്ടുകെട്ടാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായത്. പിന്നെ ആലപ്പുഴയിൽ നിന്നൊരു മേദിനി 13 വയസ്സുള്ളപ്പോൾ തൊട്ട് വിപ്ലവഗാനങ്ങൾ പാടി ജനങ്ങളെ ഇളക്കുന്നവരാണ്. അങ്ങനെയുള്ളവരെ ആണ് അത് സംഭവം. ശശിഭൂഷൺ സർക്കാർ സർവീസിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ പരിചയപ്പെടുമ്പോൾ ശശിഭൂഷൺ ഏറ്റുമാനൂരിലായിരുന്നു. ഏറ്റുമാനൂരിൽ ഒരു ചുവർ ചിത്രകലയുടെ ഓഫീസുണ്ട്, അതിൻ്റെ ഓഫീസ്. ആ ഓഫീസിൻ്റെ സെക്രട്ടറി ആയിരുന്നു ശശിഭൂഷൺ. ഞാൻ ഈ ONV ഈ ഗുപ്തൻ നായരെ പരിചയപ്പെടാമെന്നാണ് ശശിഭൂഷൺ വഴി വന്നത്. അപ്പോൾ അങ്ങനെ പിന്നീട് അദ്ദേഹം അവിടുന്ന് മാറിയിട്ട് ഇവിടെ പഠിപ്പിപ്പ് തുടങ്ങി. പിന്നെയും അദ്ദേഹം അവിടുന്ന് മാറി വേറെ ഏതോ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തു. അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ സ്ഥിരമായി നിൽക്കാത്ത ഒരാളാണ്. നോക്കാം, ആ വാക്കുകൾ നിങ്ങൾ കേട്ടല്ലോ. ഇനി 1829 സ്വാതി തിരുനാൾ വരുന്നു. സ്വാതി തിരുനാളിന് ഗർഭശ്രീമാൻ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ കാലത്ത് 37 വാന നിരീക്ഷണ കേന്ദ്രം, അച്ചടിശാല, പബ്ലിക് ലൈബ്രറി, മുൻസിഫ് കോടതി, കോട്ടയ്ക്കകത്ത് ഗോശാല ഇപ്പോൾ അത്ര സജീവമല്ല എങ്കിൽ പോലും, അതുപോലെ തന്നെ തിരുവനന്തപുരം മൃഗശാല, ഹജൂർ കച്ചേരി, പോരെ, ഇത്രയും കാര്യങ്ങൾ സ്ഥാപിച്ചു അദ്ദേഹം. അത് കഴിഞ്ഞ് വന്ന ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ അടിമത്തം നിർത്തലാക്കി.
അടിമത്തം നിർത്തലാക്കി, രാജാക്കന്മാരാണ് നിർത്തലാക്കി, അല്ലാതെ രാജാക്കന്മാർ വീണ്ടും അടിമത്തത്തിൽ അഭിരമിച്ചു ഇല്ല. തിരുവിതാംകൂർ രാജാക്കന്മാർ അടിമത്തം നിർത്തലാക്കി. അതുപോലെ തന്നെ വസ്ത്രധാരണം, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ വസ്ത്രധാരണത്തിൽ ഏകത്വമൊക്കെ വരുത്തി തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ. അതുപോലെ തന്നെ തപാൽ സംവിധാനം ഏർപ്പെടുത്തി. പിന്നെന്താണ്, പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം. അതുപോലെ ആയില്യം തിരുനാൾ എന്ത് പറഞ്ഞു? ആയില്യം തിരുനാൾ മഹാരാജാവ് കാർഷിക ജലസേചന പദ്ധതികൾ നടപ്പിലാക്കി, ഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തി. പിന്നെ മാനസികാരോഗ്യ കേന്ദ്രം, അതുപോലെ തന്നെ ധർമ്മ ആശുപത്രികൾ സ്ഥാപിച്ചു, ആശുപത്രികൾക്ക് പ്രാധാന്യം നൽകി. പോരെ, ഇതൊക്കെ നടപ്പിലാക്കിയത് തിരുവിതാംകൂർ രാജവംശമല്ലേ? നമ്മൾ തിരുവനന്തപുരത്തോട്ട് പോയാൽ മതി. തിരുവനന്തപുരത്ത് അങ്ങോളം ഇങ്ങോളം, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പോകുമ്പോൾ ഇതുപോലത്തെ കെട്ടിടങ്ങളൊക്കെ കാണാം. നല്ല പ്രൗഢിയുള്ള കെട്ടിടങ്ങളൊക്കെ പലതും കാണാം. അതൊക്കെ രാജഭരണകാലത്ത് നിർമ്മിച്ചതാണ്. എന്തിന്? തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ്, സംസ്കൃത കോളേജ്, അതുപോലെ തന്നെ വിമൻസ് കോളേജ്, ആർട്സ് കോളേജ്, ഇതെല്ലാം രാജഭരണകാലത്ത് നിർമ്മിച്ചതാണ്. എന്തിന്? മൃഗശാല പറഞ്ഞല്ലോ ഞാൻ. ഇനി എന്താണ്, സ്കൂളുകൾ ഒരുപാട് സ്ഥാപിച്ചു. അതുപോലെ നിയമനിർമ്മാണ സഭ, വോട്ടിംഗ് അവകാശം, പ്രായപൂർത്തി വോട്ടവകാശം, സ്ത്രീകൾക്ക് വോട്ടവകാശം, ഇതെല്ലാം സ്ഥാപിച്ചത്, ഇതെല്ലാം വരുത്തിയത് ഈ തിരുവിതാംകൂർ രാജവംശവും രാജഭരണകാലത്തുമാണ്. ഇതൊന്നും MG ശശിഭൂഷൺ എന്ന് പറയുന്ന ഈ പുണ്ണാക്ക്, ക്ഷമിക്കണം, അങ്ങനെയുള്ള വാക്കുകളൊന്നും ഗുരുനാഥന്മാരെ കുറിച്ച് പറയാൻ പാടില്ല. പക്ഷേ ചിലപ്പോൾ അങ്ങ് പറഞ്ഞു പോകുന്നതാണ് ആവേശം മൂത്തിട്ട്. ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ചരിത്രം പറഞ്ഞിട്ട് ഇതാ ഞാൻ പറയുന്നതല്ല, ഇത് ചരിത്രകാരന്മാർ തന്നെ പറയുന്നതാണ്. കേൾക്കാം. ഈ അശ്വതിനാഥൻ തമ്പുരാട്ടിയുടെ ഒരു പുസ്തകമുണ്ട്. അപ്പോൾ അത് വായിച്ച് നോക്കിയാൽ നമുക്കറിയാം. അപ്പോൾ അത് വായിച്ചതിന് ശേഷമാണ് ഇവരുടെ മകളുടെ മകൾ, മൂത്ത മകളുടെ മകളാണ് ലക്ഷ്മി രഘുനന്ദൻ എന്ന് പറയുന്ന, അവരൊരു പുസ്തകം എഴുതി അമ്മുമ്മയുടെ നല്ല കാലത്തെക്കുറിച്ച്. അതൊന്നും വായിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഭാഷ വളരെ ബോറാണ്. അത് വായിക്കാൻ എഴുതി കൊടുത്തതാണ് ഈ കുത്തന്നാരുടെ കയ്യിൽ. അദ്ദേഹം പറഞ്ഞു, നോ, ഞാൻ ചെയ്യത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് വായിക്കാൻ പറ്റിയില്ല എങ്കിൽ പിന്നെ ബോറരവത്തില്ല. അങ്ങനെയാണ് അദ്ദേഹം തിരിച്ചു കൊടുത്തത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പുസ്തകം പിതാവിന് സമർപ്പിച്ചിരിക്കുന്നത്, കുത്തന്നാർക്ക് സമർപ്പിച്ചിരിക്കുന്നത്. ഇത് ഇവൻ മഹാരാജാവിനുണ്ടായതാണെന്ന് പറഞ്ഞു നടക്കുന്നല്ലോ. അല്ല, അതിലൊരു വാസ്തവമില്ല. എനിക്ക് ആ പെൺകുട്ടിയെ സ്ത്രീയെ അറിയാം. മാന്യമായി ജീവിക്കുന്ന ഒരു കുടുംബിനിയാണ് അത്. ഇവൻ പറയുന്ന ഒരു സുപ്രഭാതത്തിൽ ഇരണിയിൽ രാജാവാണ് ഇവനെ അച്ഛൻ എന്നാണ് പറയുന്നത്. പൂർവികർ ഇരണിയിൽ രാജാക്കന്മാരാണ്. എങ്ങനെ പൂർവികരാകും? ഇവനെ ഈ ശശിഭൂഷൻ്റെ മകനാണ്. അപ്പം തമ്പി എന്ന് പേരും സ്വീകരിച്ചൊരു വാളും വെച്ച് തലയിൽ തൊപ്പിയും വെച്ചിട്ട് ഇരണിയിൽ രാജാവാണ് ഞാൻ, എൻ്റെ അമ്മയെ ഗർഭം ധരിപ്പിച്ചത് ഇരണിയിൽ രാജാവാണ്, പിന്നെയാണ് അച്ഛൻ സമ്മാനം ചെയ്തത് എന്നൊക്കെ പറയുന്ന കഥകൾ പറയുന്നത് വെറും പൊലഭ്യം പറഞ്ഞിട്ടല്ലേ? ആ സ്ത്രീ ആയതല്ലേ കേട്ടിരിക്കുന്നത്? ഇങ്ങനെ ചരിത്രകാരന്മാർ തന്നെ തെറ്റായ ചരിത്രം എഴുതിയ MG ശശിഭൂഷണെ തിരുത്തുന്നുണ്ട്. ക്ഷേത്രപ്രവേശന വിളംബരം, എല്ലാ ഹിന്ദുക്കൾക്കും എല്ലാ ക്ഷേത്രങ്ങളിലും പ്രവേശനമാണ് ശ്രീ ചിത്ര തിരുനാൾ വിഭാവന ചെയ്തത്. പക്ഷേ എന്ത് ചെയ്യാം, ചില തിരുത്തുകൾ അവിടെ വരുത്തി. ആദിത്യവർമ്മ ഞാൻ ഇടയ്ക്ക് സംസാരിച്ചിരുന്നു. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലിൻ്റെ ലോഗോ റിലീസിന് കവടിയാർ പാലസിൽ പോയപ്പോൾ ആദിത്യവർമ്മയെ കണ്ടു. അദ്ദേഹവുമായി ക്ഷേത്രപ്രവേശന വിളംബരത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, അന്ന് അവിടെ ചിത്ര തിരുനാൾ എഴുതി വെച്ച ഫലകത്തിൽ എല്ലാ ഹിന്ദുക്കൾക്കും എന്നാണ് എഴുതിയത്. എല്ലാ ഹിന്ദുക്കൾക്കും അവിടെ പ്രവേശനമുണ്ടെന്നാണ് എഴുതി വെച്ചത്. പക്ഷേ പിന്നീട് അത് ട്രാൻസ്ലേറ്റ് ചെയ്തൊക്കെ വന്നപ്പോൾ ചില മാറ്റങ്ങൾ വന്നു. എല്ലാ വിശ്വാസികൾക്കും എന്നാണ് എഴുതിയത്. പക്ഷേ പിന്നീട് ചില മാറ്റങ്ങൾ വന്നതുകൊണ്ടാണ് ചിലർക്ക് അവിടെ പ്രവേശിക്കാൻ കഴിയാതെ പോകുന്നതെന്ന പരിഭവം രാജകൊട്ടാരത്തിന് ഇന്നും ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. ഏതായാലും ക്ഷേത്രപ്രവേശന വിളംബരം ലോകമെങ്ങുമുള്ള ആളുകൾ അദ്ദേഹത്തെ അഭിനന്ദിച്ചില്ലേ, ശ്രീ ചിത്ര തിരുനാളിനെ. അതുപോലെ തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായം, അതായത് രാജഭരണകാലത്ത് ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ സമ്പ്രദായം കണ്ടിട്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പോലും പറഞ്ഞില്ലേ, ബ്രിട്ടീഷ് ഇന്ത്യയേക്കാൾ ഗംഭീരമാണ് കേരളത്തിലെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞില്ലേ. ആ പാരമ്പര്യമല്ലേ ഇന്നും നമുക്കുള്ളത്. കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായം, സാക്ഷരത, അതല്ല നമ്മൾ ഇന്നും മുറുകെ പിടിക്കുന്നത്. നമ്മുടെ നവോത്ഥാന മൂല്യങ്ങൾ എന്ന് പറയുന്നത് പണ്ട് രാജഭരണകാലത്തെ തുടങ്ങി വെച്ച കുറേ അധികം മൂല്യങ്ങൾ നമുക്ക് ഇന്നും ഉള്ളത് കൊണ്ടല്ലേ. അപ്പോഴാണ് ഇവിടെ ഇരുന്ന് ഒരാൾ പേന ഊന്തി പറയുന്നത് ഇതൊക്കെ മാഞ്ഞുപോയ ചരിത്രമാണെന്ന്. മായുന്ന ശംഖുമുദ്ര എന്നാണ്. ഒരു ശംഖുമുദ്രയും മായുന്നില്ല. ശംഖുമുദ്രയൊന്നും മാഞ്ഞു പോകുന്ന കാര്യവുമില്ല. അതൊക്കെ മലയാളിയുടെയും കേരളത്തിൻ്റെയും ഹൃദയത്തിൽ അടയാളപ്പെടുത്തിയതാണെന്ന് പ്രിയപ്പെട്ട MG ശശിഭൂഷൺ സാറിനെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്.